നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമ്പത്ത് അല്ലെങ്കിൽ പണം മനുഷ്യ ജീവിതത്തിലെ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. ജീവിതത്തിലെ പല ആവശ്യങ്ങൾ നേടുന്നതിനും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും എല്ലാം പണം വേണം. പണം ഉണ്ടാവാൻ, സമ്പത്ത് ഉണ്ടാകാനായിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഒരു രൂപ പോലും മിച്ചം വയ്ക്കാൻ സാധിക്കുന്നില്ല. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്പാദ്യം കയ്യിൽ വന്നു ചേരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ആ പണം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അത് ചിലവായി പോകുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കും പലരും നേരിടുന്ന വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സ് പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്, അല്ലെ? കാരണം നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് പണം തന്നെയാണ്. അതിന്റെ ആ ഒരു പണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അതിന്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കായാലും അത് വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. കണ്ണേറ്, നാവേറ്, മറ്റുള്ളവരുടെ പ്രാക്ക് വിളി ദോഷങ്ങള്, അതുപോലെ മറ്റു നെഗറ്റീവ് എനർജികള്, ഇവയുടെ സ്വാധീനമൊക്കെയും കാരണം നമ്മുടെ കൈകളിൽ പണം നിൽക്കാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥയുണ്ടാകും. ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, നിങ്ങളുടെ ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട്, ധനവരവ് ഉണ്ടാകാനായിട്ട് നമ്മുടെ അലമാരയുടെ അടിയിൽ ഒരു വസ്തു സൂക്ഷിക്കുന്നത് വഴി സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു കർമ്മത്തെക്കുറിച്ചാണ്, ഒരു പരിഹാരത്തെക്കുറിച്ചാണ്. ധനനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ചില ചിട്ടകൾ പാലിച്ചുകൊണ്ട് ഈ ഒരു വസ്തു നിങ്ങളുടെ അലമാരയുടെ അടിയിൽ വയ്ക്കുന്നത് വഴി ഇതിനൊക്കെയും പരിഹാരം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ കഠിനാധ്വാനം പലപ്പോഴും ഫലം കാണാതെ പോകുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവാറുണ്ട്. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മളെ എല്ലാ തരത്തിലും തകർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കണം നമുക്ക് ചുറ്റും, നമ്മുടെ വീട്ടിലും. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാവുകയുള്ളൂ. നെഗറ്റീവ് എനർജിയെ ചെറുക്കുന്നതിന്, അവയെ സംഹരിക്കുന്നതിന് പാരമ്പര്യമായിട്ട് ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നുണ്ട്. അവയിൽ ഒരു കർമ്മമാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത്. നമ്മുടെ ഗ്രഹത്തിൽ സമ്പത്ത് നിലനിർത്തുന്നതിനും ഗ്രഹത്തിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരുന്നതിനും ധനനേട്ടമുണ്ടാകാനും ഈ കർമ്മം നമ്മെ സഹായിക്കും. ഈ ഒരു കർമ്മം സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചെയ്യാവുന്നതാണ്. സമ്പത്ത് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ കർമ്മം ചെയ്യാം. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എപ്പോഴും ഏതൊരു പരിഹാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുന്നതാണ്, നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ മാത്രമേ ഇങ്ങനെയുള്ള ഏത് പരിഹാര കർമ്മങ്ങളും ചെയ്യാനായിട്ട് പാടുള്ളൂ. വിശ്വാസമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുകയില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അയ്യോ, ഇത് പറഞ്ഞിട്ട് വെച്ചിട്ടും അതിനെ കൊണ്ട് യാതൊരു ഫലവുമില്ല. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. ഇനി അടുത്തതായിട്ട് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആഴ്ചയിൽ 2 ദിവസങ്ങളാണ്. ഒന്നുകിൽ വ്യാഴാഴ്ച നിങ്ങൾക്കിത് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ദിവസമാണോ സൗകര്യപ്രദമായിട്ട് തോന്നുന്നത് ആ ഒരു ദിവസം ഇതിൽ നിന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ശുദ്ധിയോടും വൃത്തിയോടും കൂടി മാത്രമേ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് പാടുള്ളൂ. ശരീരശുദ്ധി പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മനഃശുദ്ധിയും.
അതും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കാരണം മഹാലക്ഷ്മിയെ സ്വീകരിക്കുന്നതിനും ദുശക്തികളെ ഓടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. ഇനി അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു കാരണവശാലും ആർത്തവ സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതോടൊപ്പം മത്സ്യമാംസം കഴിച്ചുകൊണ്ടും ഈ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾ ഇന്ന് മത്സ്യമാംസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിച്ച് ശുദ്ധിയായി നാളെ മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കർമ്മം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിവസം ഈ മത്സ്യവും മാംസവും ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചെയ്യാനായിട്ട്, ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 3 വസ്തുക്കളാണ്. ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ചെറിയ പാത്രമാണ്. സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി രണ്ടാമതായിട്ട് വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് വളരെയധികം ശക്തിയുള്ള ഒരു വസ്തുവാണ്. ലക്ഷ്മി ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ കല്ലുപ്പ് തന്നെ എടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കല്ലുപ്പിന് ലക്ഷ്മി ദേവിയെ ആകർഷിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനും കഴിയും. പല വീഡിയോസിലും ഞാൻ കല്ലുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പലരും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, പൊടിയുപ്പ് യൂസ് ചെയ്യാമോ, കല്ലുപ്പ് വീട്ടിൽ വാങ്ങിക്കാറില്ല എന്നൊക്കെ. നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് കല്ലുപ്പ് എന്ന് പറയുന്നത്. വളരെ നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം അത്. ഇതുപോലുള്ള ഏത് കർമ്മങ്ങൾക്കും നിങ്ങൾ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായിട്ട് കറുത്ത പാടുകളോ പുള്ളികളൊന്നോ ഇല്ലാത്ത ചെറുനാരങ്ങ നോക്കിയിട്ട് എടുക്കണം. നല്ല വൃത്തിയുള്ള ചെറുനാരങ്ങ എടുക്കണം. കേടായ നാരങ്ങയൊന്നും ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ളതും പാടില്ല. പഴുത്ത യെല്ലോ കളറുള്ള ആ ഒരു ചെറുനാരങ്ങ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത് രാത്രി 8 മണിക്ക് ശേഷവും 11 മണിക്കുള്ളിലും ആയിട്ടാണ്. മറ്റൊരു സമയത്തും നമ്മളിത് ചെയ്യാൻ പാടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആഴ്ചയിൽ 2 ദിവസമാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത്, വ്യാഴാഴ്ചയും ഞായറാഴ്ചയും. അതിലേതെങ്കിലും ഒരു ദിവസം രാത്രി 8 മണിക്ക് ശേഷം 11 മണിക്കുള്ളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു എടുത്തിരിക്കുന്ന ചെറുനാരങ്ങ 2ആയിട്ട് മുറിക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബൗളിൽ കല്ലുപ്പ് നിരത്തിയ ശേഷം, ഒരു പിടി കല്ലുപ്പ് മതിയാവും. കല്ലുപ്പ് നിരത്തിയ ശേഷം നാരങ്ങ മലർത്തി ഉപ്പിലേക്ക് വയ്ക്കുക. മലർത്തി വെക്കുക എന്ന് പറയുമ്പോൾ ആ നാരങ്ങയുടെ മുറിച്ച ഭാഗം ഒരിക്കലും ഉപ്പുമായിട്ട് ഒരു കോണ്ടാക്ട് വരുന്ന രീതിയിൽ വയ്ക്കാൻ പാടില്ല. അത് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ, അതായത് നാരങ്ങയുടെ പിൻഭാഗം ഇതിലേക്ക് ഉപ്പിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വയ്ക്കേണ്ടത്. ശേഷം ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ അലമാരയുടെ അടിഭാഗത്തായിട്ട് വയ്ക്കണം. എല്ലാ അലമാരയ്ക്കും അടിഭാഗത്ത് ഇങ്ങനൊരു സ്പേസ് ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിക്കാൻ ലഭിക്കുന്ന അലമാരയ്ക്കൊക്കെ അടിയിൽ സ്പേസ് ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അലമാരയ്ക്ക് അടിയിൽ വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലമാരയുടെ പുറകിലായിട്ടും വയ്ക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അലമാരയുടെ അടിയിലല്ല നിങ്ങളിത് വയ്ക്കേണ്ടത്. നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഒരു അലമാര ഉണ്ടാവുമല്ലോ, അതിൻ്റെ അടിയിലോ പുറകിലോ ആയിട്ട് വേണം ഇത് വയ്ക്കാനായിട്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും. ഒപ്പം ധനവരവുണ്ടാവുകയും ചെയ്യും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കഠിനാധ്വാനം ചെയ്ത് തുടർന്ന് പോകുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഫലം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ഇനി ഇത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഒരു രീതിയുണ്ട്. ഒരു ആഴ്ച കഴിഞ്ഞ് നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. ഒരാഴ്ച എന്ന് പറയുമ്പം നമ്മൾ ഒരു വ്യാഴാഴ്ചയാണ് ഇത് തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ബുധനാഴ്ച ദിവസം നമുക്കിത് എടുത്തു കളയാം. അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഇത് എടുത്ത ശേഷം ആ ഒരു ചെറുനാരങ്ങ ദൂരെ എവിടെയെങ്കിലും കളയുക. നമ്മുടെ വീടിനടുത്തായിട്ടൊന്നും ഇടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇനി ഉപ്പ് നിങ്ങൾക്ക് ഒരല്പം വെള്ളത്തിൽ അലിയിപ്പിച്ച് കളഞ്ഞ് നിങ്ങളുടെ സിങ്കിൽ ഒഴിക്കാവുന്നതാണ്.
ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ ഫലം ലഭിക്കും. ഒരുപാട് പേര് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കർമ്മമാണ്. നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്കൊക്കെ ഈ ഒരു കർമ്മത്തെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. നന്ദി.